ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വന്യരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ വാത്സല്യമുള്ളവരെ, നമ്മുടെ കർത്താവിൻ്റെ പുനരുത്ഥാന പെരുന്നാളിന് ശേഷമുള്ള മൂന്നാമത്തെ ഞായറാഴ്ചയാണല്ലോ ഇന്ന്. നാം വായിച്ചു കേട്ട വിശുദ്ധ വേദഭാഗം ശുദ്ധമുള്ള മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ആയിരുന്നു. 2 പ്രധാന കാര്യങ്ങളാണ് ഈ വേദഭാഗത്ത് പറയുന്നത്. ഒന്ന്, ലേവി എന്ന ഒരു ചുങ്കം പിരിവുകാരനെ കർത്താവ് തൻ്റെ വേലയിലേക്ക് ക്ഷണിക്കുന്നു. 2, യഥാർത്ഥമായ ഉപവാസം ഏതു വിധത്തിലായിരിക്കണം അനുഷ്ഠിക്കേണ്ടത് എന്ന് വ്യക്തമാക്കുന്നു. ആ കാലഘട്ടത്തിൽ അന്ന് ഈ വിവരാവകാശ കമ്മീഷനൊന്നുമില്ല. ചുങ്കം പിരിക്കാൻ നിയോഗിതരാകുന്നവരുടെ മനോധർമ്മം അനുസരിച്ചാണ് ചുങ്കം പിരിക്കുന്നത്. അത് പിരിച്ച് അതിൻ്റെ ഒരു വിഹിതം രാജനിധിയിലേക്ക് അവർ കൊടുക്കും. ബാക്കി അവരുടെ കയ്യിലും ഇരിക്കും. അതിന് ഒരു നിശ്ചിത തുകയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ചുങ്കം പിരിക്കുന്നവർ അവരുടെ മനോധർമ്മം അനുസരിച്ച് അത് ചെയ്തിരുന്നു. അതുകൊണ്ട് സമസ്ത സമൂഹത്തിൻ്റെയും അപ്രീതിക്ക് പാത്രഭവിച്ചവരായിരുന്നു ചുങ്കം പിരിവുകാർ. അവർക്ക് സമൂഹത്തിൽ ഒരു മാന്യതയും കൊടുത്തിരുന്നില്ല എന്ന് മാത്രമല്ല, സർവരും അവരെ ഒരുപോലെ വെറുത്തിരുന്നു. പരമാവധി അകറ്റി നിർത്തിയിരുന്നു. അങ്ങനെയുള്ളവരിൽ ഒരാളെയാണ് യേശു തൻ്റെ കൂട്ടത്തിലേക്ക് ക്ഷണിക്കുന്നത്. എല്ലാവരാലും അവഗണിക്കപ്പെട്ടവനെന്നോ എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടവനെന്നോ എല്ലാവരാലും വെറുക്കപ്പെട്ടവനോ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തി യേശു അവനെ ക്ഷണിക്കുകയാണ്. ഒരു ചിന്തകൻ അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുന്നത്, ജീസസ് wanted the person no one else wanted. ആർക്കും വേണ്ടാത്തവനെയാണ് യേശുവിന് വേണ്ടിയത്. വേറൊരാൾ പറഞ്ഞു, ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഹൗ യു വെയർ, ബട്ട് വാട്ട് മാറ്റേഴ്സ് ഈസ് ഹൗ യു ആർ ആഫ്റ്റർ ജീസസ്. നിങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് വിഷയമല്ല. അതുകൊണ്ടാണല്ലോ വ്യഭിചാര കുറ്റത്തിന് പിടിക്കപ്പെട്ടവളെ കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. നാട്ടു നടപ്പും രീതിയും അനുസരിച്ച് ആർക്ക് വേണേലും അവളെ കല്ലെറിയാം. കർത്താവ് കൊണ്ടുവന്നവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ. കല്ലുമായിട്ട് വന്നവരാ. എല്ലാം അവിടെ ഇട്ടിട്ട് മടങ്ങിപ്പോയി. കർത്താവ് അവളോട് പറഞ്ഞു, മകളെ, ഇത് നീ ഇനി ആവർത്തിക്കരുത്. ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഹൗ യു വെയർ. നീ എങ്ങനെയായിരുന്നു എന്നുള്ളതല്ല എനിക്ക് വിഷയം. വാട്ട് മാറ്റേഴ്സ് ഈസ് ഹൗ യു ഷുഡ് ബി ആഫ്റ്റർ ജീസസ്. യേശുവുമായി പരിചയപ്പെട്ടതിന് ശേഷം, യേശുവുമായി ബന്ധപ്പെട്ടതിന് ശേഷം എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ആകണം
എന്നുള്ളതാണ് ക്രിസ്തുവിന് ക്രിസ്തു ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കാണുന്നത്. ജീസസ് ആക്സെപ്റ്റഡ് ദ പീപ്പിൾ ആസ് ദേ വേർ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ആരെയും അവരായിരിക്കുന്ന നിലയിൽ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുവാൻ അവൻ സദാ സന്നദ്ധനാകുന്നു എന്നുള്ളതാണ്. അപ്പം ക്രിസ്തുവിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് എൻ്റെ പൂർവകാല ചരിത്രങ്ങളോ എൻ്റെ പൂർവകാല അനുഭവങ്ങളോ അവൻ അളക്കുന്നില്ല, മാനദണ്ഡമാക്കുന്നില്ല. പക്ഷേ how I should be after Jesus. യേശുവിനോട് ചേർന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് അവൻ ഗൗരവപൂർവം എടുക്കുന്നത്. അതുകൊണ്ടാണ് വ്യഭിചാര കുറ്റത്തിന് പിടിക്കപ്പെട്ടവളോട് പറഞ്ഞത്, മകളെ ഡു നോട്ട് റിപ്പീറ്റ് ഇറ്റ്, നീ ഇത് ആവർത്തിക്കരുത് എന്ന്. അപ്പം നമുക്കെല്ലാവർക്കും ക്രിസ്തുവിൽ ഒരിടമുണ്ട്. അത് നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയോ നമ്മുടെ കുടുംബ മഹിമയോ ഒന്നും ക്രിസ്തുവിനൊരു വിഷയമല്ല. തുറന്ന മനസ്സോടെ അവൻ്റെ അടുക്കൽ കടന്നു വരുവാൻ തയ്യാറാകുന്ന ഏതു വ്യക്തിയെയും, ഞാൻ വീണ്ടും പറയുന്നു, ഏതു വ്യക്തിയെയും അവനോ അവളോ ആയിരിക്കുന്ന നിലയിൽ അവൻ ഉൾക്കൊള്ളുവാൻ, കൈക്കൊള്ളുവാൻ, സ്വീകരിക്കുവാൻ അവൻ സന്നദ്ധനാകുന്നു എന്ന്. രണ്ടാമത് ഈ വേദഭാഗത്ത് നിന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കർത്താവ് പറഞ്ഞു, പഴയ വസ്ത്രത്തിന്മേൽ പുതിയ കഷ്ണം ചേർത്ത് വെക്കാറില്ല. അതുപോലെ പഴയ തോൽക്കുടങ്ങളിൽ പുതിയ വീഞ്ഞും പകരാറില്ല. ഇതിന് പിതാക്കന്മാർ ഒരുപാട് വ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ട്. തർത്തുല്യൻ എന്ന് പറയുന്ന ഒരു വലിയ വേദവ്യാഖ്യാതാവ് ഈ പുതുവസ്ത്രവും പുതുവീഞ്ഞിനുമൊക്കെ അദ്ദേഹം നൽകുന്ന വ്യാഖ്യാനം അത് കർത്താവിൻ്റെ സുവിശേഷമാണ്. ഈ സുവിശേഷം നിലവിലിരിക്കുന്ന പഴയ ചില ധാരണകളുണ്ട്. യഹൂദന്മാര് അവരുടേതായിട്ടുള്ള വ്യാഖ്യാനങ്ങളൊക്കെ കൊടുത്ത് നിലനിർത്തിയിരിക്കുന്നതിനോട് ചേരുന്നതല്ല, ചേർക്കേണ്ടതും അല്ല. അത് ചേർക്കാൻ പോയാൽ അപകടകരമായിരിക്കും എന്നുള്ളതാണ് തർത്തുല്യൻ എന്ന വേദവ്യാഖ്യാതാവ് ഈ വേദഭാഗത്തിന് നൽകുന്ന വ്യാഖ്യാനം. പുതിയ വസ്ത്രവും പുതിയ വീഞ്ഞും പൗരസ്ത്യ ആധ്യാത്മികതയിൽ വളരെ പ്രസക്തമാണ്. ഒരു കുഞ്ഞിന് മാമോദിസ മുക്കിക്കഴിഞ്ഞാൽ പുതുവസ്ത്രം കൊടുക്കുന്നു. അത് ക്രിസ്തുവിൽ പുതുതാക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ അടയാളമാണ്. പുതുവീഞ്ഞും എന്ന് പറയുന്നത് ക്രിസ്തുവിൽ പുതുതാക്കപ്പെട്ടതിൻ്റെ അടയാളമാണ്. അത് പഴയ അനുഭവങ്ങളോട് ചേർത്ത് പിടിക്കാൻ പോകുന്നത് ആത്മീക ജീവിതത്തിന് അപകടമാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഒരുവൻ, ബാക്കി പറയാമോ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ, ഒന്ന് പറഞ്ഞേ എല്ലാവരും കൂടെ, അവൻ പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞുപോയി. ക്രിസ്തുവിൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ പഴയ കാര്യങ്ങൾ അതിലേക്ക് പോകരുത്. അതിൻ്റെ പ്രതീകമാണ് സ്നാനമേൽക്കുന്നവർക്ക് പുതുവസ്ത്രം കൊടുക്കുക എന്നുള്ളത്. വീണ്ടും
പൗലോസ് അപ്പോസ്തലന്റെ ഒരു വാക്യം ഉദ്ധരിക്കുകയാണെങ്കിൽ റോമാലേഖനം 6-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അവൻ സുവിശേഷം നമ്മെ ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ പ്രേരിപ്പിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ നമുക്ക് മാർഗദീപം ആകുന്നു. 2 കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്. ഒന്ന്, എല്ലാവരെയും അവരായിരിക്കുന്ന അവസ്ഥയിൽ 2 കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ക്രിസ്തു. പഴയതല്ല ക്രിസ്തുവിന് വിഷയം, സ്വീകരിക്കപ്പെട്ടതിന് ശേഷം എങ്ങനെയാകുന്നു എന്നുള്ളത്. അത് പുതുവസ്ത്രവും പുതുവീഞ്ഞും എന്ന് പറയുന്ന പുതിയ ജീവൻ പഴയതിൻ്റെ പുറകെ പോകുന്നതല്ല, പഴയതിനെ ചകഞ്ഞ് പോകുന്നതല്ല. എ ന്യൂ ലൈഫ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. അത് നമുക്ക് ഈ സുവിശേഷത്തിലൂടെ ക്രിസ്താനുഭവത്തിലൂടെ നേടിയെടുക്കണം. അതിന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ.